അദ്ദേഹത്തിൻ്റെ ബിസിനസ് ആവശ്യത്തിന് ഒരു ഗോഡൗൺ വാടകയ്ക്ക് എടുത്തു. അത് അദ്ദേഹം ആണ് ക്ലീൻ ചെയ്തത്. ആ സന്ദർഭത്തിൽ അവിടെ വവ്വാലിൻ്റെ അവശിഷ്ടങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതൊക്കെ ഇതാണ്. ഒരു മരുന്നിന് ക്ഷാമമില്ല. ആവശ്യത്തിലുള്ള മരുന്നുകൾ എത്തിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്തിട്ടുണ്ട്. അതായത് ഇതുവരെ നടത്തിയ ഒരു പഠനത്തിൽ ഈ മെയ് മാസം മുതൽ സെപ്റ്റംബർ വരെ ഇതിൻ്റെ ഒരു ഇണചേരൽ സന്ദർഭമാണ്. ഈ സന്ദർഭങ്ങളിൽ കൂടുതൽ ജനങ്ങൾ വിജിലൻ്റ് ആവേണ്ട ഒരു സന്ദർഭമാണ്. അതായത് ഇതിനെ കല്ലെറിയുകയോ ഉപദ്രവിക്കാൻ നോക്കുമ്പോൾ ഇത് ചിറകിട്ടഴിക്കുന്നതും വിസർജ്യ വസ്തുക്കളൊക്കെ രോഗം പരത്താൻ ഇടയാക്കും. ഇപ്പോൾ വീട്ടിലൊരു വവ്വാലിൻ്റെ ഇതുണ്ടെങ്കിൽ ഉടനെ ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കുകയാണ് ചെയ്യേണ്ടത്. അതിനെ കല്ലെടുത്തെറിയോ, എന്നാൽ കല്ലെടുത്തെറിയുമ്പോൾ ചിറക് വീശി ഇതാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും രോഗം വരാൻ സാധ്യതയുണ്ടെന്നാണ് ഇതുവരെ നടത്തിയ പഠനങ്ങളുടെ റിപ്പോർട്ട്. അപ്പോൾ വിജിലൻ്റ് ആവേണ്ടത് ഇപ്പോൾ ഈ കേസ് നെഗറ്റീവ് ആണെങ്കിൽ ഇപ്പോൾ ഭാവിയിൽ ഇത് പറന്നില്ലെങ്കിൽ പോലും ഈ മാസങ്ങൾ ശ്രദ്ധിക്കേണ്ട മാസങ്ങളാണ്. മെയ് മാസം മുതൽ സെപ്റ്റംബർ വരെ ലഭ്യമായിട്ടുള്ള പഠന റിപ്പോർട്ടാണ്. ഇനിയിപ്പോൾ കൂടുതൽ ഇത് സംബന്ധിച്ച് ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട്. കാരണം ഇതിങ്ങനെ രണ്ട് സന്ദർഭത്തിലാണ് ഇത് കൂടുതൽ അപകടകാരിയായിട്ട് മാറിയത്. ഒന്ന്, ഇതിൻ്റെ ഫസ്റ്റ് റിപ്പോർട്ട് ചെയ്ത 2018 അല്ലേ, 2018 അന്നാണ് നേഴ്സ് ഉൾപ്പെടെ മരണപ്പെട്ടത്. പിന്നെ 2022 അതിന് എല്ലാ വർഷവും റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ 2 വർഷങ്ങളിലാണ് ഏറ്റവും അധികം അപകടം ഈ രോഗം മൂലം ഉണ്ടായത്. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഗോഡൗണുകൾ വൃത്തിയാക്കുമ്പോൾ അദ്ദേഹത്തിന് പറ്റിയത് അദ്ദേഹത്തിൻ്റെ ബിസിനസ് ആവശ്യത്തിന് ഒരു ഗോഡൗൺ വാടകയ്ക്ക് എടുത്തു. അത് അദ്ദേഹം ആണ് ക്ലീൻ ചെയ്തത്. ആ സന്ദർഭത്തിൽ അവിടെ വവ്വാലിൻ്റെ അവശിഷ്ടങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇതിൽ ഈ മാസക്കാലം വളരെ വിജിലൻ്റ് ആകണം എന്നുള്ള ഒരു മെഡിക്കൽ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. അതൊക്കെ ഇതാണ്. ഒരു മരുന്നിന് ക്ഷാമമില്ല. ആവശ്യത്തിലുള്ള മരുന്നുകൾ എത്തിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്തിട്ടുണ്ട്.